നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാൻ ആകില്ല എന്ന് സുപ്രീം കോടതി. ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ബില്ലുകളുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അനിയന്ത്രിത കാലതാമസമുണ്ടായാൽ മാത്രമാണ് കോടതിക്ക് ഇടപെടാനാകുക എന്നും സുപ്രീം കോടതി പറയുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച നടപടി നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയത്. ബില്ലുകൾ പരിശോധിക്കാനും ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. ഈ നടപടികൾ കാലാവധി നിശ്ചയിക്കാനാവില്ല. ബിൽ പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് നിയമമാവുക. നിയമം ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണ് കോടതിക്ക് അധികാരം. അക്കാരണത്താൽ തന്നെ നിയമമാകുന്നതിന് മുൻപുള്ള നടപടികൾ കാലപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണ് രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടിയായി സുപ്രീം കോടതി നൽകിയത്. ഗവർണർക്കും പ്രസിഡന്റിനും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ അധികാരം നൽകുന്ന 200, 201 ഭരണഘടനാ അനുച്ഛേദങ്ങൾ അന്തിമ അധികാരമല്ല. തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ കോടതിക്ക് ഇടപെടാമെന്നും സുപ്രീം കോടതിയുടെ രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടിയായി വ്യക്തമാക്കി. ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 3 മാസം സമയപരിധി തമിഴ്നാടിന്റെ ഹർജിയിൽ അനുവദിച്ചിരുന്നു. മാത്രമല്ല 3 മാസത്തിനകം ബില്ലുകൾ സംബന്ധിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ ബില്ല് പാസ്സായതായി കണക്കാക്കാമെന്നായിരുന്നു സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിന്റെ വിധി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സുപ്രീം കോടതിയുടെ മറുപടിയോടെ തമിഴ്നാടിന് ലഭിച്ച വിധിയും റദ്ദായി. നാഷണൽ ഡെസ്ക്, ജനം.